സേനാപതി വേണു, CPM പറയുന്ന ന്യായം എന്താണെന്ന് ഊഹിക്കാവുന്നതാണല്ലോ. ആർജവമുള്ള പാർട്ടിയാണ് ഇത്. പരാതി ഉയർന്നപ്പോൾ നടപടി ഉണ്ടായി. മറ്റു പാർട്ടികൾക്ക് ഇത് മാതൃകയാണ്. സ്വാഭാവികമായിരിക്കും അടുത്ത നിമിഷം തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണം വരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഇന്നെന്തായാലും പാർട്ടി നേതാക്കളെ ചർച്ചയ്ക്ക് വിടേണ്ട എന്ന് AKG സെന്ററിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷെ വരും ദിവസങ്ങൾ ഇത് തന്നെയായിരിക്കും പറയുക. പക്ഷെ ഞാൻ ഓർത്തു പോവുകയാണ്, കഴിഞ്ഞ 2 ദിവസം എന്തൊക്കെ ന്യായീകരണമായിരുന്നു. ഒരു പരാതിയുമില്ല. ആർക്കാണ് പരാതി? ആ പരാതിയുടെ പകർപ്പൊന്ന് പുറത്തുവിട്ട് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞ് എത്ര നേതാക്കളാണ് ന്യായീകരിക്കാൻ വന്നിരുന്നത്. പക്ഷെ ഈ ഒരു ന്യായീകരണമുണ്ടല്ലോ, പാർട്ടി നടപടിയെടുത്തു എന്നുള്ളത്, അതവർക്ക് ഉന്നയിക്കാൻ പറ്റുമല്ലോ. ഇവിടെ മഞ്ജുഷെ ഉത്തരം കിട്ടേണ്ട കുറെ സമസ്യകൾ ഇവിടെയുണ്ട്. ഒന്ന്, ഈ KV പ്രമോദ് എന്ന് പറയുന്ന പ്രമോദ് കോട്ടൂളി CPM-ന്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗം മാത്രമാണ്. 300 400 ഏരിയ കമ്മിറ്റികളുണ്ട്. അതിനകത്തെ ഒരു അംഗം മാത്രമാണ്, ഒരു ഏരിയ സെക്രട്ടറി പോലും അല്ല. അപ്പൊ ഈ ആളെ വിശ്വസിച്ച് ഡോക്ടർ ദമ്പതിമാര് അവരുടെ വാക്കുകൾ വിശ്വസിക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ അവർ നുണ പറയുകയാണെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ നിയമ നടപടിയോ ആണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പണം കൊടുത്തു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പൊ 22 ലക്ഷം രൂപ കൊടുത്ത് PSC-യിൽ അംഗത്വം നേടാൻ തക്ക ഒരു കീ പൊസിഷനിൽ പാർട്ടിയിൽ ഇരിക്കുന്ന ആളല്ല ശ്രീ പ്രമോദ്. ഒരു ഏരിയ കമ്മിറ്റി അംഗം മാത്രമാണ്. അദ്ദേഹം ഏരിയ സെക്രട്ടറി പോലുമല്ല. അപ്പോ ഇദ്ദേഹത്തിന് ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു പാട്രണേജ് ഏറ്റെടുത്തുകൊണ്ടാണ് അവരുടെ ഏജന്റോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളോ ആയിട്ടാണ് ഇദ്ദേഹം ഈ പൈസ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റാണ്. കാരണം ഒരു PSC-യിൽ അംഗത്വം നേടിക്കൊടുക്കാൻ തക്ക സ്വാധീനമൊന്നും CPM-ൽ അല്ലെങ്കിൽ ഒരു കീ പൊസിഷനിലൊന്നും ഇരിക്കുന്ന ആളല്ല. അപ്പൊ ഇവിടെ ഒരു ഗൗരവമായ ഒരു അന്വേഷണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് പാർട്ടി കോടതി അന്വേഷിച്ചാൽ പോരാ. ആരുടെ പേരിലാണ് അല്ലെങ്കിൽ ആര് കൊടുത്ത ഉറപ്പിന്റെ ബലത്തിലാണ് ഈ പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന KV പ്രമോദ് ഈ 22 ലക്ഷം രൂപ, 60 ലക്ഷമാണ് വില പേശിയിരിക്കുന്നത്, 22 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നത് എന്ന്. ഇവിടെ കൗതുകകരമായിട്ടുള്ള കാര്യം, ഇന്ന് പരാതി ഉന്നയിച്ച ആളിന്റെ വീടിന് മുമ്പിൽ പ്രതി സത്യാഗ്രഹം ഇരിക്കുകയാണ്. പ്രതിക്ക് വേണ്ടി സത്യാഗ്രഹം ഇരിക്കാനായിട്ട് ഇന്നലെ പത്തനംതിട്ടയിൽ ഒരു നീക്കം ഉണ്ടായിരുന്നു. കഞ്ചാവ് പിടിച്ച പ്രതിക്ക് വേണ്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ DYFI-കാരൻ സമരം ചെയ്യാൻ പോകാനായിട്ടൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ വിചിത്രമായ കാഴ്ചകളാണ് ഇപ്പൊ കേരളത്തിൽ നമ്മൾ കാണുന്നത്. 22 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്ന ആളുടെ വീടിന്റെ മുമ്പിലാണ് ഇപ്പൊ പണം വാങ്ങി എന്ന് പറയുന്ന ആള്. ആരാണ് പണം തന്നത്, എവിടെ വെച്ചാണ് തന്നത്, എപ്പോഴാണ് തന്നത്, ഈ ഉത്തരങ്ങൾ ചോദിച്ചുകൊണ്ട് പണം കൊടുത്ത ആളിന്റെ വീട്ടിന്റെ മുമ്പിൽ പ്രതി സമരം ചെയ്യുന്ന വിചിത്രമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിനെ ഇപ്പം പാർട്ടിയിൽ നിന്ന് ഒരാളെ പുറത്താക്കിയതിന് മോഹനൻ മാസ്റ്ററുടെ താത്വികമായ അവലോകനമൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഇത് CPM-നെ സമീപകാലത്ത് ബാധിച്ചിരിക്കുന്ന ഗുരുതരമായ രോഗത്തിന്റെ പുറത്തേക്ക് വരുന്ന ചില ലക്ഷണങ്ങൾ മാത്രമാണ് മഞ്ജുഷെ. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരിയല്ല. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ബാധിച്ചിരിക്കുന്ന ഒരു അപജയം, ആ അപജയത്തിന്റെ ഒരു 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 എന്താ പറഞ്ഞ പ്രതിഫലനം മാത്രമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് നമുക്ക് വർത്തമാന കാലത്തുള്ള ഒരു ആക്ഷേപം എന്ത് എന്ന് ചോദിച്ചാൽ, AK ഗോപാലൻ 1977 പാർട്ടി സമ്മേളനത്തിൽ കൊടുത്തൊരു മുന്നറിയിപ്പുണ്ട്. അനഫലഷണീയരായ പലരും നമ്മുടെ പാർട്ടിയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം ആ മുന്നറിയിപ്പ് കൊടുത്തത് ഇപ്പോൾ അത് വളരെ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് അനഭിലഷണീയരായ ആളുകൾ ഈ പാർട്ടിയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു. അവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് പണസമ്പാദനമാണ്. ആ പണം സമ്പാദനത്തിന് ഏത് മാർഗം വേണമെങ്കിലും അവർ സ്വീകരിക്കും എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഒരു 10 കൊല്ലം മുമ്പാണ് ഇത്തരത്തിലൊരു ആരോപണം കേട്ടതെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയെ ഇല്ലേ 10 20 കൊല്ലം മുമ്പ്. ഇപ്പോ ഇതൊന്നും ഒരു ആരോപണമല്ലാതായി മാറിയിരിക്കുകയാണ്. കാരണം ഈ പാർട്ടി എന്താ പറഞ്ഞ ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ധനസമ്പാദനം എന്നുള്ളതായി മാറിയിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഒരു 4-5 അവസരങ്ങൾ വന്നു. എന്താണ്? ഒന്നാമത്തത് ചാരായ നിരോധനം. 1994 ശ്രീ AK ആന്റണി നടത്തിയ ചാരായ നിരോധനം. ആ ചാരായ നിരോധനത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ വ്യാജമദ്യം വിൽക്കുന്നവരുടെ എല്ലാം പിതൃത്വം അത് CPM ഏറ്റെടുത്തു. അത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും എക്സൈസ് ഓഫീസിലാണെങ്കിലും അവര് വ്യാപകമായ രീതിയിൽ നാട്ടിൽ വിറ്റോട്ടെ, അതിനുള്ള കമ്മീഷൻ പാർട്ടിക്ക് കിട്ടിയാൽ മതി, പാർട്ടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അങ്ങനെയാണ് മണിച്ചൻ V സത്യനേശന് അന്നത്തെ കാലത്ത് 30 ലക്ഷം രൂപ കൊടുത്തു എന്ന ആരോപണം. ശ്രീജിത്ത് പണിക്കരൻ അറിയാം, അദ്ദേഹം തിരുവനന്തപുരംകാരനാണ്. സത്യനേശനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സംഭവം. അന്ന് ഈ മദ്യലോബിയാണ് CPM-ന്. ഇന്നും അവരെല്ലാം CPM-നോടൊപ്പം ഉണ്ട്. രണ്ടാമത് CPM-ന് കിട്ടിയ ഒരു ഗുണമെന്ന് പറയുന്നത് മണൽ ലോബിയാണ്. നമ്മുടെ നാട്ടിൽ മണൽ വാരൽ നിരോധിച്ചു. ഏതെങ്കിലും കെട്ടിടം പണിയുന്നതിന് മണൽ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ? ഇതെല്ലാം CPM-ന്റെ പാർട്ടി ആഫീസോ അവരടങ്ങുന്ന ലോബിയും എവിടെ നിന്ന് മണൽ വാരണം, ഏത് ലോറിയിൽ കൊണ്ടുപോകണം, ഏത് കരാറുകാരൻ വാരണം, ഇതെല്ലാം അവർ തീരുമാനിച്ചിരിക്കുക. മൂന്നാമതായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് മണ്ണ്
എടുക്കുന്നത് നിരോധിച്ചു. എല്ലാ പാടം നികത്തുന്നതും മണ്ണെടുക്കുന്നു. ഈ മണ്ണെടുക്കലിനെല്ലാം കൃത്യമായി പടി അത് CPM-ന്റെ ഓഫീസിൽ ചെല്ലുന്നു, കൃത്യമായിട്ട് ചെല്ലുന്നു എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതൊക്കെ വളരെ കൃത്യമായിട്ട് ചെല്ലുക. അടുത്തത് CPM-ന്റെ മണി സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ക്വാറിയാണ്. ഏതാണ്ട് 1200ഓളം അനധികൃത ക്വാറികൾ നാട്ടിൽ പ്രവർത്തിക്കുന്നു. ഈ ക്വാറികൾക്കെല്ലാം സംരക്ഷണം കൊടുത്ത് ഏരിയ കമ്മിറ്റിക്ക് ഇത്ര, ലോക്കൽ കമ്മിറ്റിക്ക് ഇത്ര, ഇന്ന നേതാവിന് ഇത്ര, ഇങ്ങനെ പണം സമ്പാദനത്തിന്, ധനസമ്പാദനത്തിനുള്ളൊരു മാർഗമായി CPM-ന്റെ പല പ്രവർത്തകരും നേതാക്കളും മാറുമ്പോൾ ഇതിലൊന്നും ഒരു അത്ഭുതവുമില്ല. പക്ഷേ ശ്രീ സേനാപതി വേണു, ഇവിടെ ഈ പോലീസിന് കോൺഗ്രസിന്റെ ഒരു നേതാവ്, ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നുവല്ലോ. ആ പരാതിയുടെ ഒരു അവസ്ഥ എന്താണ്? നിങ്ങളും ഇത് ശരിക്കും ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇത് പോലീസിലേക്ക് പോകേണ്ട പരാതിയാണല്ലോ, ഇത് നിസ്സാര കാര്യമല്ല. ഇവിടെ ഇപ്പൊ ഞാനൊരു അഭിഭാഷകനായതുകൊണ്ട് പറയുകയാണ്, ഇവിടെ ഈ കേസിനകത്ത് പോലീസിന് നിയമപരമായിട്ട് കേസെടുക്കാൻ ഒരു മാർഗവുമില്ല. ഇതിനകത്തെ യഥാർത്ഥത്തിൽ പണം കൊടുത്ത ആൾ പറയണത് എന്റെ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ 420 ചീറ്റിങ്ങിന് ഒരു കേസ് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ പുറത്തു നിൽക്കുന്ന ഒരാള് ഇതിനകത്തൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് ഇല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് തന്റെ ഇടമുണ്ടെങ്കിൽ ഇതിൽ FIR രജിസ്റ്റർ ചെയ്തിട്ട് ഇവരെ രണ്ടു കൂട്ടരെയും ലൈവ് ഡിറ്റക്ടിംഗ് ടെസ്റ്റിന് എന്ന് പറഞ്ഞാൽ നുണ പരിശോധനയ്ക്ക് വിധേയനാകാൻ. അതും ഇപ്പം നമ്മുടെ KG ബാലകൃഷ്ണന്റെ പഴയ ഒരു വിധി പ്രകാരം പ്രതിയുടെ സമ്മതം ഉണ്ടെങ്കിലേ അയാളുടെ നുണപരിശോധന നടത്താൻ പറ്റുള്ളൂ എന്നുള്ള നിലയിൽ എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ചില നീതിപീഠത്തിന്റെ ചില വിധികളിലൂടെ. ഞാൻ അതിനെയല്ല ചോദ്യം ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ ഡോക്ടർ ദമ്പതികൾ പറയുന്നത് നുണയാണെങ്കിൽ അവരെ പരിശോധന നടത്തട്ടെ. ഇനി പ്രമോദ് കോട്ടോളി ആണെങ്കിൽ പറയുന്നതെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഞാനൊരു നുണ പരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണ്, ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഞാനിത് മേടിച്ചിട്ടില്ല എന്ന്. ഇതൊന്നും പറയുന്നില്ലല്ലോ. ഇദ്ദേഹം പ്ലക്കാർഡുമായിട്ട് അദ്ദേഹവും അമ്മയും ബന്ധുക്കളുമായി ഈ ഡോക്ടർ ദമ്പതിമാരുടെ വീടിന് മുമ്പിൽ പോയിരുന്നിട്ട് ആര് മേടിച്ചു, എപ്പോൾ മേടിച്ചു, എവിടെ വെച്ച് മേടിച്ചു എന്നുള്ളതാ. ഞാൻ മഞ്ജുഷ ഒരു കാര്യം കൂടി പറഞ്ഞു. ഇനി ഈ കൈക്കൂലി കൊടുത്തത് ഇല്ലെങ്കിൽ ഇത് കൊടുത്തത് ഇതൊന്ന് വർക്കൗട്ട് ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പൊ 22 ലക്ഷം എന്നുള്ള 60 ലക്ഷം കൊടുത്ത് ഈ ഡോക്ടർ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ ഒരു PSC അംഗമായിരുന്നു എന്ന് വിചാരിക്കുക. 60 ലക്ഷമല്ല 22 ലക്ഷം ആയിക്കോട്ടെ, കൈക്കൂലി കൊടുത്തവൻ അവൻ പിന്നെ എന്താണ് 22 ലക്ഷത്തിന് പകരം 22 കോടി സമ്പാദിക്കാൻ, 60 ലക്ഷത്തിന് പകരം അവൻ ചിലപ്പോൾ 6 കോടി സമ്പാദിക്കാൻ. എങ്ങനെയാ സമ്പാദിക്കുന്നത്? മുമ്പ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഒരു SI-യുടെ പോസ്റ്റിന് വേണ്ടി 1 കോടി രൂപയ്ക്ക് ലേലം വിളി നടന്നുവെന്ന് ഒരു വാർത്ത പുറത്തു വന്നു. അതിന്റെ ശരിതെറ്റൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് ഏറ്റവും യോഗ്യരായ, ഏറ്റവും ഉചിതരായ ആളുകളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ബോഡിയാണല്ലോ PSC എന്ന് പറയുന്നത്. അത് പരിശുദ്ധമായിരിക്കണം, കോടതി പോലെ, ദൈവത്തിന്റെ ആലയം പോലെ പരിശുദ്ധമായിരിക്കണം. കാരണം യോഗ്യത മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കേണ്ട ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിലെ അംഗം 60 ലക്ഷം രൂപ കൈക്കൂലി, ഇവിടെ 22 കൊടുത്തിരിക്കുന്നു. ഇനി അയാൾ ഒരു PSC അംഗമായാൽ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ PSC വഴി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉദ്യോഗാർത്ഥികൾ ആരാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്? മഞ്ജുഷ, ഇത് എന്താ പറഞ്ഞേ, ഞാൻ പറഞ്ഞത് കേരളം ഞെട്ടലോടുകൂടി കേൾക്കേണ്ട വാർത്തകളാ. ഇത് മുമ്പ് NCP-ക്കെതിരെ ഈ വാർത്ത കേട്ടു, എന്താ പറഞ്ഞേ, ജനതാദളിനെതിരെ ഈ വാർത്ത കേട്ടു, INL-നെതിരെ ഈ വാർത്ത കേട്ടു. ഇതൊക്കെ കേട്ടിട്ടും CPM പോലൊരു പാർട്ടി, ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി, അവരുടെ യുവജന സംഘടനകളൊക്കെ മിണ്ടാതിരിക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല, ഇത് ഒതുക്കി തീർക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒതുക്കി തീർക്കലാണല്ലോ. ഇതിപ്പോൾ ഈ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുത്തതിലൂടെ ഈ സംഭവം ഒതുക്കി തീർക്കുകയാണ്. കോട്ടൂളി പണം വാങ്ങിയെന്ന് പാർട്ടി സമ്മതിക്കുന്നു. പക്ഷേ